പൊന്മാൻ, ഭൂതക്കണ്ണാടിയിലെ അയ്യപ്പൻ, കല്യാണപ്പിറ്റേന്ന് എന്ന സിനിമയിലെ നളിനാക്ഷൻ, ആറാം തമ്പുരാൻ, ന്യൂസ് പേപ്പർ ബോയ്, ഗജരാജമന്ത്രം, ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിലെ മുസ്തഫ, കാരുണ്യത്തിലെ രാജൻ, അടിവാരത്തിലെ യൂണിയൻ ജോസൂട്ടി തുടങ്ങി ചെറുതും വലുതുമായ വേഷങ്ങൾ. ഹാസ്യ നടനായും സ്വഭാവ നടനായും ഒക്കെ കലാഭവൻ മണി തന്റെ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചു. വിനയൻ എന്ന സംവിധായകനാണ് കലാഭവൻ മണിയെ നായക നിരയിലേക്ക് ഉയർത്തിയത്. വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ മണി നായകനായി. അന്ധഗായകനായ രാമു എന്ന കഥാപാത്രം സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചതോടെ മണിയുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടായി. രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ദേശീയ അവാർഡിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം, കേരള സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി പ്രൈസ്, സത്യൻ ഫൗണ്ടേഷൻ അവാർഡ്, മാതൃഭൂമി അവാർഡ്, ലക്സ് ഏഷ്യാനെറ്റ്